അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അന്നഹ്വുൽ വാളിഹ് എന്നുള്ള നമ്മുടെ കിതാബിലെ 11ാമത്തെ പാഠമാണ് നമുക്കിനി പഠിക്കുവാനുള്ളത്. ഹംസത അൽ വസ്ലി വൽ ഖത്ഇ എന്നുള്ളതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. ഹംസത്തുൽ വസ്ല്, ഹംസത്തുൽ ഖത്ഇ എന്നിവയെക്കുറിച്ച് നമുക്ക് ആദ്യമേ അറിവുണ്ടായിരിക്കും. ഹംസത്തുൽ വസ്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദത്തിൻ്റെ തുടക്കത്തിൽ വരുന്ന എന്നാൽ കൂട്ടി വായിക്കുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്ത രൂപത്തിലുള്ള ഹംസയെക്കുറിച്ചാണ് നമ്മൾ ഹംസത്തുൽ വസ്ല് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹംസത്തുൽ ഖത്ഇ എന്ന് പറഞ്ഞാലോ, ഈ ഹംസ ഒരു പദത്തിൻ്റെ തുടക്കത്തിൽ മാത്രമല്ല നടുവിലായിട്ടും ഒടുക്കമായിട്ടും ഒക്കെ വരാറുണ്ട് എന്നുള്ളതുപോലെ നമ്മൾ ഒരു സെൻറ്റൻസ് കൂട്ടി വായിക്കുമ്പോൾ ഈ ഹംസ ഉച്ചാരണത്തിൽ വരികയും ചെയ്യും. ഓക്കെ, ഇത്തരത്തിലുള്ള ഹംസയെക്കുറിച്ചാണ് നമ്മൾ ഹംസത്തുൽ ഖത്ഇ എന്ന് പറയാറുള്ളത്. ഏതായിരുന്നാലും ഈ രണ്ട് ഹംസയെക്കുറിച്ചാണ് വിശദമായിട്ട് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. ആദ്യം നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. അൽ അംസിലത്തു, ഉദാഹരണങ്ങൾ. അതിന് താഴെ നമുക്ക് 15ഓളം ജുംലകൾ കാണാവുന്നതാണ്. ഓരോന്നും നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തത് സമിഅ്തു ദർസ ഫന്തബഹ്തു. സമിഅ്തു ദർസ, ഞാൻ പാഠം കേട്ടു. ഫന്തബഹ്തു, അപ്പോൾ ഞാൻ ഉണർന്നു. ഓക്കെ, അപ്പോൾ പാഠം കേട്ടപ്പോൾ എനിക്കൊരു ഉണർവുണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അതിന് നേരെ മറ്റൊരു ജുംല കൂടി നമുക്ക് കാണാം. ഇൻതബഹ്തു ലിദ്ദർസി, പാഠത്തിന് വേണ്ടിയിട്ട്, പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണർന്നുവെന്നർത്ഥം. ഇനി രണ്ടാമത്തെ ജുംല ജറബത്തു സ്വദീഖ വഖ്തബർതുഹു. ഓക്കെ, ജറബ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിഞ്ഞു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ജറബത്തു സ്വദീഖ, കൂട്ടുകാരനെ ഞാൻ അനുഭവിച്ചറിഞ്ഞു. വഖ്തബർതുഹു, ഞാനവനെ പരീക്ഷിച്ചറിയുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ എൻ്റെ കൂട്ടുകാരനെ ഞാൻ എന്ത് ചെയ്തു? അവൻ എങ്ങനെയുള്ളവനാണ്, അവൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ് എന്നുള്ള കാര്യം അനുഭവത്തിലൂടെ, പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കി എന്നാണ് രണ്ടാമത്തെ ജുംലയുടെ അർത്ഥം. ഇനി അതിന് നേരെയുള്ള ജുംല നോക്കാം. ഇഖ്തബർതു സ്വദീഖ, എൻ്റെ കൂട്ടുകാരനെ ഞാൻ പരീക്ഷിച്ചറിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി മൂന്നാമത്തെ ജുംല നോക്കാം. ഇദാ സമിഅ്ത ദർസ ഫന്തബിഹ്. ഇദാ സമിഅ്ത ദർസ, നീ പാഠം കേൾക്കുകയാണ് എങ്കിൽ ഫന്തബിഹ്, അപ്പോൾ നീ ഉണർന്നോ എന്നാണ് മൂന്നാമത്തെ ജുംല. അതിന് നേരെ ഇൻതബിഹ് ലിദ്ദർസി, പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് നീ ഉണരൂ എന്നാണ് മൂന്നാമത്തെ ജുംല പറയുന്നത്. ഓക്കെ, ഇനി നാലാമത്തേത് നോക്കാം. ഇദാ സ്വാദഖ്ത ഫഖ്തബിർ. ഇദാ സ്വാദഖ്ത, നീ കൂട്ടുകൂടുകയാണ് എങ്കിൽ, നീ ആരോടെങ്കിലും കൂട്ടുകൂടിയാൽ ഫഖ്തബിർ, അപ്പോൾ നീ അവനെ പരീക്ഷിച്ചറിഞ്ഞോ എന്നാണ് അർത്ഥം. അപ്പോൾ നീ ആരോടെങ്കിലും കൂട്ടുകൂടിയാൽ അവൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ്, അവൻ കൂട്ടുകൂടാൻ പറ്റുന്നവനാണോ എന്നിത്യാദി കാര്യങ്ങളൊക്കെ നീ പരീക്ഷിച്ചറിയണം. ഇനി അതിന് നേരെ ഇഖ്തബരി സ്വദീഖ, കൂട്ടുകാരനെ നീ പരീക്ഷിച്ചറിഞ്ഞോ എന്നാണ് അതിൻ്റെയും അർത്ഥം. ഇനി അഞ്ചാമത്തെ ജുംല സുരിർതു മിൻ ഇന്തിബാഹിക. സുരിർതു, ഞാൻ സന്തോഷിച്ചു. മിൻ ഇന്തിബാഹിക, നീ ഉണർന്നതിനാൽ. ഓക്കെ, അപ്പോൾ നിനക്കൊരു ഉണർവുണ്ടായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇനി അതിന് നേരെ ഇന്തിബാഹുക സർറനി. ഇന്തിബാഹുക, നിന്റെ ഉണർവ്, സർറനി, എന്നെ സന്തോഷിപ്പിച്ചു. ഓക്കെ, ഇനി ആറാമത്തത് യുറഫു സ്വദീഖു ബിൽ ഇഖ്തിബാരി. യുറഫു സ്വദീഖു, കൂട്ടുകാരൻ അറിയപ്പെടുന്നു. ബിൽ ഇഖ്തിബാരി, പരീക്ഷിച്ചറിഞ്ഞതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കൂട്ടുകാരൻ അവൻ നല്ലവനാണോ എന്നിത്യാദി കാര്യങ്ങൾ അറിയപ്പെടുന്നത് അവനെ പരീക്ഷിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഇനി അതിന് നേരെ ഇഖ്തിബാറു സ്വദീഖി മിനൽ ഹസ്മി. ഓക്കെ, ഇഖ്തിബാറു സ്വദീഖി മിനൽ ഹസ്മി എന്ന് പറഞ്ഞാൽ ഇഖ്തിബാറു സ്വദീഖി, ഒരു കൂട്ടുകാരനെ പരീക്ഷിച്ചറിയുക എന്നുള്ളത് മിനൽ ഹസ്മി. ഓക്കെ, മനോധൈര്യത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കൂട്ടുകാരനുമായിട്ട് കൂട്ടുകൂടുമ്പോൾ അവൻ നല്ലവനാണോ എന്നിത്യാദി കാര്യങ്ങൾ പരീക്ഷിച്ചറിയുന്നത് നല്ല മനോധൈര്യമുള്ള ഒരാളുടെ അടയാളമാണ് എന്നർത്ഥം. ഓക്കെ, ഇനി ഏഴാമത്തെ ജുംല മനിസ്തംസക ബിൽ ഹഖ് ഫാസ. ഇസ്തംസക എന്ന് പറഞ്ഞാൽ മുറുകെ പിടിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ മനിസ്തംസക ബിൽ ഹഖ്, സത്യം കൊണ്ട് ആര് മുറുകെ പിടിച്ചുവോ ഫാസ, അവൻ വിജയിക്കുന്നതാണ്. ഓക്കെ, ഇനി അതിന് നേരെ ഇസ്തംസക്തു ബിൽ ഹഖ്, സത്യം കൊണ്ട് ഞാൻ മുറുകെ പിടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി എട്ടാമത്തെ ജുംല അലിംതു ബിനജാഹി ഫസ്തബ്ശർതു. അലിംതു ബിനജാഹി, എൻ്റെ വിജയം കൊണ്ട് ഞാൻ അറിഞ്ഞു, ഞാൻ വിജയിച്ചുവെന്ന് ഞാൻ അറിഞ്ഞു. ഫസ്തബ്ശർതു, അപ്പോൾ ഞാൻ സന്തോഷിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി അതിന് നേരെ ഇസ്തബ്ശർതു ബിനജാഹി, എൻ്റെ വിജയം കൊണ്ട് ഞാൻ സന്തോഷിച്ചു. ഓക്കെ, ഇനി ഒൻപതാമത്തത് ഖുലിൽ ഹഖ വസ്തംസിക് ബിഹി. ഖുലിൽ ഹഖ, നീ സത്യം പറഞ്ഞോ. വസ്തംസിക് ബിഹി, ആ സത്യം കൊണ്ട് നീ മുറുകെ പിടിക്കുകയും ചെയ്തോ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് നേരെ ഇസ്തംസിക് ബിൽ ഹഖ് എന്ന് നമുക്ക് കാണാം. നീ സത്യം കൊണ്ട് മുറുകെ പിടിച്ചോവെന്നർത്ഥം. ഇനി പത്താമത്തെ ജുംല ലാ തൈഅസ് വസ്തബ്ശിർ. ലാ തൈഅസ്, നീ നിരാശപ്പെടേണ്ടതില്ല. വസ്തബ്ശിർ, നീ
സന്തോഷിച്ചോ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് നേരെ ഇസ്തബ്ശിർ വലാ തൈഅസ് എന്നും കാണാം. ഇസ്തബ്ശിർ നീ സന്തോഷിച്ചോ, വലാ തൈഅസ് നീ നിരാശപ്പെടേണ്ടതില്ല. ഇനി 11ാമത്തെ ജുംല ലാ ഷൈഅ കസ്തിംസാകിൽ മർഇ ബിൽ ഹഖ്. ഓക്കെ, ലാ ഷൈഅ ഒരു കാര്യവുമില്ല, കസ്തിംസാക്കിൽ മർഇ ഒരാൾ മുറുകെ പിടിക്കുന്നത് പോലെ, ബിൽ ഹഖ് സത്യം കൊണ്ട്. അപ്പോൾ ഒരാൾ സത്യം കൊണ്ട് മുറുകെ പിടിക്കുന്നത് പോലെ നല്ല മറ്റൊരു കാര്യവുമില്ല എന്നാണ് 11ാമത്തെ ജുംലയിൽ പറയുന്നത്. അതിന് നേരെ ഇസ്തിംസാകുക ബിൽ ഹഖ് ഫളീലത്തുൻ, ഇസ്തിംസാകുക നീ മുറുകെ പിടിക്കുന്നത്, ബിൽ ഹഖ് സത്യം കൊണ്ട് മുറുകെ പിടിക്കുന്നത്, ഫളീലത്തുൻ അത് ശ്രേഷ്ഠതയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി 12ാമത്തെ ജുംല അഅ്ജബനി ഇസ്തിബ്ശാറുക. ഓക്കെ, അഅ്ജബനി എന്നെ സന്തോഷിപ്പിച്ചു, എന്നെ അത്ഭുതപ്പെടുത്തി, ഇസ്തിബ്ശാറുക നിന്റെ സന്തോഷം. അപ്പോൾ നീ ഇങ്ങനെ പ്രസരിപ്പോട് കൂടെ നിൽക്കുന്നത് എനിക്ക് വല്ലാത്ത അത്ഭുതമായി എന്നാണ് അഅ്ജബനി ഇസ്തിബ്ശാറുക എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. അതിന് നേരെ ഇസ്തിബ്ശാറുക അഅ്ജബനി നിന്റെ സന്തോഷം എന്നെ അത്ഭുതപ്പെടുത്തി എന്ന് തന്നെയാണ് അതിൻ്റെയും അർത്ഥം. ഇനി 13ാമത്തെ ജുംല ഇദാ അലിംത ഫഅമൽ ബി ഇൽമിക. ഇദാ അലിംത നീ ഒരു കാര്യം അറിഞ്ഞാൽ, നീ ഒരു കാര്യം പഠിച്ചാൽ, ഫഅമൽ അപ്പോൾ നീ പ്രവർത്തിച്ചോ, ബി ഇൽമിക നിന്റെ അറിവിനനുസരിച്ച്. അപ്പോൾ നീ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ചിട്ടാണ് നീ പ്രവർത്തിക്കേണ്ടത് എന്നർത്ഥം. അതിന് നേരെ യഅമൽ ബി ഇൽമിക എന്നുകൂടെ കാണാം. നിന്റെ അറിവ് കൊണ്ട് നീ പ്രവർത്തിച്ചോ, നിന്റെ അറിവിനനുസരിച്ചാണ് നിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത് എന്നർത്ഥം. ഓക്കെ, ഇനി 14ാമത്തെ ജുംല തഖബ്ബലിൽ മഅറൂഫ വഷ്കുർ. ഓക്കെ, തഖബ്ബല എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു എന്നാണ് അർത്ഥം. അതിൻ്റെ അംറാണ് തഖബ്ബൽ, നീ സ്വീകരിച്ചോ, അൽ മഅറൂഫ നന്മയെ, വഷ്കുർ നീ അതിന് നന്ദി ചെയ്യുകയും ചെയ്തോ. അപ്പോൾ ആരെങ്കിലും നിനക്കൊരു നന്മ ചെയ്യുകയാണെങ്കിൽ അത് നീ സ്വീകരിക്കുകയും പിന്നീട് അതിന് നന്ദി പറയുകയും വേണം. ഓക്കെ, അതിന് നേരെ അപ്പുറത്ത് ഉഷ്കുർ മൻ സനഅൽ മഅറൂഫ. ഉഷ്കുർ നീ നന്ദി പറഞ്ഞോ, മൻ സനഅൽ മഅറൂഫ നല്ല കാര്യം ചെയ്തവനോട്. അപ്പോൾ നിന്നോട് ഒരാൾ നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അവനോട് നീ നന്ദി പറഞ്ഞോ എന്നാണ് 14ാമത്തെ ജുംലയിൽ പറയുന്നത്. ഇനി അടുത്ത ജുംല തനാസ ഷർറ വദ്കുരിൽ ഖൈറ. ഓക്കെ, തനാസ എന്ന് പറഞ്ഞാൽ നീ മറന്നോ എന്നാണ് അർത്ഥം. തനാസ യതനാസ എന്നുള്ള ഫിഅലിൻ്റെ അംറാണ് തനാസ, നീ മറന്നോ, അഷർറ തിന്മയെ നീ മറന്നോ, വദ്കുരിൽ ഖൈറ നന്മയെ ഓർത്തു വെക്കുകയും ചെയ്തോ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ എന്തെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെ അങ്ങ് മറന്നു കളയുക. ആ കൂട്ടുകാരൻ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ വീണ്ടും ഇങ്ങനെ ഓർമ്മിച്ച് നടക്കരുത്. പക്ഷേ ആ കൂട്ടുകാരൻ നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ അതിനെ ഓർത്തുകൊണ്ട് ആ കൂട്ടുകാരൻ നല്ലവനാണ് എന്നുള്ള ചിന്തയോട് കൂടെയാണ് ജീവിക്കേണ്ടത് എന്നർത്ഥം. അതാണ് തനാസ ഷർറ വദ്കുരിൽ ഖൈറ എന്ന് പറയുന്നത്. അതിന് നേരെ ഉദ്കുരിൽ ഖൈറ എന്നുകൂടി നമുക്ക് കാണാം. അതായത് നന്മയെ നീ ഓർത്തു വെച്ചോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ 15 ജുംലകൾ 2 രീതിയിലായിട്ട് വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പല രീതിയിലുള്ള ഫിഅലുകളെ കണ്ടിട്ടുണ്ട് അല്ലേ. സുലാസിയായ ഫിഅലുണ്ട്, റുബാഇയായ ഫിഅലുണ്ട്, പിന്നെ ഖുമാസി, സുദാസി എന്നുള്ള രീതിയിലും ഫിഅലുകളുണ്ട്. ഓക്കെ, സുലാസിയായ ഫിഅൽ എന്ന് പറഞ്ഞാൽ 3 ഹർഫുകളുള്ള ഫിഅലാണിത്. റുബാഇ എന്ന് പറഞ്ഞാലോ 4 ഹർഫുകളുള്ള ഫിഅലാണ്. ഖുമാസി എന്ന് പറഞ്ഞാൽ 5 ഹർഫുകളുള്ള ഫിഅലുകളാണ്. സുദാസി എന്ന് പറഞ്ഞാലോ 6 ഹർഫുകളുള്ള ഫിഅലുകളാണ് എന്നർത്ഥം. ഓക്കെ, ഫഅല എന്നുള്ള വസനിൽ വരുന്നത് സുലാസിയാണ് എന്നുള്ളതുപോലെ ഫഅലല എന്നുള്ള രീതിയിൽ വരുന്നത് റുബാഇയാണ്. പിന്നെ ഇൻഫഅല, ഇഫ്അല, ഇഫ്തഅല എന്നുള്ള വസനിൽ വരുന്ന ഫിഅലുകളെല്ലാം ഖുമാസിയാണ്, കാരണം അതിൽ 5 ഹർഫുകളുണ്ട് അല്ലേ. പിന്നെ ഇസ്തഫഅല, ഇഫ്അല, ഇഫ്അഅല എന്നുള്ള വസനുകളിൽ വരുന്ന ഫിഅലുകളെല്ലാം സുദാസിയുമാണ്, കാരണം അതിൽ 6 ഹർഫുകളുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഫിഅലുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ ഫിഅലുകളിൽ ചിലതിൻ്റെ എല്ലാം തുടക്കത്തിൽ ഹംസ വരുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ. അഫ്അല എന്നുള്ള ഫിഅൽ എടുക്കാം, അതിൻ്റെ തുടക്കത്തിലുള്ളത് എന്താണ്? ഹംസയാണ് അല്ലേ. അപ്പോൾ അഫ്അല എന്നുള്ള വസനിൽ വരുന്ന എല്ലാ ഫിഅലിൻ്റെയും തുടക്കത്തിൽ ആ ഹംസ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ ഹംസ വരുന്ന ഒരു റുബാഇയായ ഫിഅലാണ് അഫ്അല എന്നുള്ളത്. ഇനി മറ്റുള്ള 3 വസനുകൾ നോക്കൂ. ഇഫ്തഅല, ഇൻഫഅല, ഇഫ്അല്ല എന്നുള്ള 3 വസനുകൾ. ഓക്കെ, ഇവയെല്ലാം എന്താണ്? ഖുമാസിയായ ഫിഅലാണ് എന്ന് നമുക്കറിയാം അല്ലേ. കാരണം ഈ 3 ഫിഅലുകളിലും 5 ഹർഫുകൾ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇവയുടെ തുടക്കത്തിലും എന്ത് വരുന്നുണ്ട്? ഒരു ഹംസ വരുന്നുണ്ട് അല്ലേ. പിന്നെ മറ്റേതൊന്ന് ഇസ്തഫഅല, ഇഫ്അല, ഇഫ്അഅല എന്നുള്ള രീതിയിലുള്ള ഫിഅലുകൾ നോക്കൂ. ഇവയെല്ലാം സുദാസിയായ ഫിഅലുകളാണ്, കാരണം അതിൽ 6 ഹർഫുകൾ നമുക്ക് കാണാൻ കഴിയും എന്ന് മാത്രമല്ല അതിൻ്റെ തുടക്കത്തിലും നമുക്ക്
ഹംസ കാണാവുന്നതാണ്. ഓക്കെ, ഏതായിരുന്നാലും ഇങ്ങനെ ഹംസ വരുന്ന ധാരാളം ഫിഅലുകളുണ്ട് എന്ന് നമുക്കറിയാം. ഓക്കെ, അതിൻ്റെ വസനുകൾ അല്പമൊക്കെ നമ്മൾ പരിചയപ്പെട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവയിലുള്ള ചില ഹംസകൾ ഹംസത്തുൽ വസ്ലാണ്. ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാൽ ഒരു പദത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ആ പദം കൊണ്ടാണ് ഒരു ജുംല തുടങ്ങുന്നത് എങ്കിൽ അവിടെ നമുക്ക് അതിനെ ഉച്ചരിക്കേണ്ടി വരും എന്നതല്ലാതെ ചേർത്ത് വായിക്കുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്ത ഹംസ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഹംസത്തുൽ വസ്ൽ എന്ന് പറയാറുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹുമാസിയും സുദാസിയുമായിട്ടുള്ള ഫിഅലുകളുടെ, അതായത് 5 ഹർഫുകൾ അല്ലെങ്കിൽ 6 ഹർഫുകൾ വരുന്ന ഫിഅലുകളുടെ തുടക്കത്തിലുണ്ടാകുന്ന ഹംസ അത് ഹംസത്തുൽ വസ്ലായിരിക്കും എന്നുള്ളതാണ്. അതായത് ഇഫ്തഅല, ഇഫ്അല്ല, പിന്നെ ഇംഫഅല എന്നുള്ള രൂപത്തിൽ വരുന്ന ഹുമാസിയായ ഫിഅലുകൾ. ഓക്കെ, ഇവിടെയെല്ലാം തുടക്കത്തിൽ ഹംസയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഹംസ എന്താണ്? ഹംസത്തുൽ വസ്ലായിരിക്കും. ഓക്കെ, എന്നുള്ളത് പോലെ തന്നെ സുദാസിയായ ഫിഅലുകളുടെയും, ഉദാഹരണത്തിന് ഇസ്തഫഅല, ഇഫ്അല, ഇഫ്അലല്ല, ഇഫ്അഅല എന്നുള്ള രൂപത്തിലൊക്കെ വരുന്ന 6 ഹർഫുകളുള്ള സുദാസിയായ ഫിഅലുകളുടെ തുടക്കത്തിലുള്ള ഹംസയും ഹംസത്തുൽ വസ്ൽ ആയിരിക്കുമെന്നർത്ഥം. ഓക്കെ, അതാണ് നമ്മളിവിടെ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് അവയുടെ മാളിയായ രൂപങ്ങൾ മാത്രമായിരുന്നു അല്ലേ. ഇനി അതിൻ്റെ എന്താണെങ്കിലും അംറാണ് എങ്കിലും മസ്ദറാണ് എങ്കിലും ഒക്കെ നമ്മൾ എങ്ങനെ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്? ഇങ്ങനെ ആ ഹംസ ഹംസത്തുൽ വസ്ലായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇംഫഅല എന്നുള്ളതിൻ്റെ അംർ വരുന്നത് ഇംഫഇൽ എന്നുള്ള രൂപത്തിലായിരിക്കും അല്ലേ. എന്നുള്ളതുപോലെ മറ്റൊരു ഫിഅൽ പറയാം, ഇസ്തഫഅല എന്നുള്ളതിൻ്റെ മസ്ദർ വരുന്നത് ഇസ്തിഫ്ആൽ എന്നായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഫിഅലുകളുടെ മാളിയായ രൂപമായാലും അംറിൻ്റെ രൂപമായാലും എന്നുള്ളതുപോലെ തന്നെ മസ്ദറിൻ്റെ രൂപമായാലുമൊക്കെ അവിടെയുള്ള ഹംസ ഹംസത്തുൽ വസ്ലായിരിക്കും. അതായത് ഒരു ജുംലയുടെ തുടക്കത്തിൽ വന്നാൽ മാത്രമേ അതിനെ നമ്മൾ ഉച്ചരിക്കുകയുള്ളൂ. മറ്റൊന്നിനോട് ചേർത്ത് വായിക്കുകയാണ് എങ്കിൽ അവിടെയുള്ള ഹംസയെ നമ്മുടെ ഉച്ചാരണത്തിൽ കാണാൻ കഴിയുകയില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്തായിട്ട് പഠിച്ചിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിക്കുക. അതിനു മുമ്പായിട്ട് നമ്മൾ മറ്റൊരു കാര്യവും കൂടെ മനസ്സിലാക്കണം. സാധാരണ സുലാസിയായ ഫിഅലുകൾ തന്നെയുണ്ടല്ലോ. ഓക്കെ, സാധാരണ സുലാസിയായ ഫിഅലുകളുടെ അംർ, അതായത് ഇഫ്അൽ എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ ഉഫ്ഉൽ എന്നുള്ള രൂപത്തിലൊക്കെ വരുന്ന അംറുകളുണ്ടല്ലോ. ഓക്കെ, ആ അംറിൻ്റെ തുടക്കത്തിൽ വരുന്ന ഹംസയും ഹംസത്തുൽ വസ്ൽ തന്നെയായിരിക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് ഉദാഹരണത്തിലേക്ക് ഒന്നുകൂടി നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം സമിഅ്തു ദർസ ഫന്തബഹ്തു എന്നാണ് അല്ലേ. അതിന് നേരെയുള്ള മറ്റൊരു ജുംല കൂടി ഇൻതബഹ്തു ലിദ്ദർസി. ഓക്കെ, ആ 2 ജുംലകളിലും നമുക്ക് എന്ത് കാണാവുന്നതാണ്? ഇൻതബഹ എന്നുള്ള ഫിഅൽ കാണാവുന്നതാണ്. ഇൻതബഹ എന്നുള്ളത് ഇഫ്തഅല എന്നുള്ള വസനിൽ വന്നിരിക്കുന്ന ഹുമാസിയായ ഫിഅലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഹുമാസിയായ ഫിഅലിൻ്റെ തുടക്കത്തിൽ വരുന്ന ഹംസ അത് ഹംസത്തുൽ വസ്ലായിരിക്കും എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനോട് ചേർത്ത് വായിക്കുമ്പോൾ ആ ഹംസ ഉച്ചാരണത്തിൽ വരികയില്ല. എന്നാൽ അത് ഒരു ജുംലയുടെ തുടക്കത്തിൽ വരികയാണ് എങ്കിൽ ഹംസ ഉച്ചാരണത്തിൽ വരുമെന്നർത്ഥം. അതുപോലെ തന്നെയാണ് നമ്മളിവിടെ വായിക്കേണ്ടത്. സമിഅ്തു ദർസ ഫന്തബഹ്തു എന്ന് പറയുമ്പോൾ അവിടെ ഫാഇന് ശേഷം നൂനാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ഫന്തബഹ്തു എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിലുള്ള ആ ഫിഅലിൻ്റെ തുടക്കത്തിലുള്ള ഹംസ നമ്മൾ ഉച്ചരിക്കാറില്ല. ഫന്തബഹ്തു എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. എന്നാൽ ഇൻതബഹ്തു ലിദ്ദർസി എന്നുള്ള ജുംല പറയുമ്പോഴോ ആ ജുംലയുടെ തുടക്കത്തിൽ തന്നെ വരുന്നത് എന്താണ്? ഹംസത്തുൽ വസ്ലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇൻതബഹ്തു എന്നുള്ള രൂപത്തിൽ ആ ഹംസയെ പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ആ ഒരു ജുംല ഉച്ചരിക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, ഇനി രണ്ടാമത്തെ ജുംല നോക്കാം. ജറബ്തു സ്വദീഖ വഖ്തബർതുഹു. ഓക്കെ, ജറബ്തു സ്വദീഖ വഖ്തബർതുഹു എന്നുള്ളതിന് നേരെയായിട്ട് മറ്റൊരു ജുംല കൂടി കാണാം, ഇഖ്തബർതു സ്വദീഖ എന്നുള്ളത്. ഓക്കെ, അവിടെയും നമുക്ക് ഇഖ്തബറ എന്നുള്ള ഫിഅൽ ആ 2 ജുംലയിലും കാണാവുന്നതാണ് അല്ലേ. ഇഖ്തബറ എന്നുള്ളതും ഇഫ്തഅല എന്നുള്ള വസനിൽ വന്നിരിക്കുന്ന ഹുമാസിയായ ഫിഅലാണ്. അതിൻ്റെ തുടക്കത്തിലുള്ള ഹംസയും ഹംസത്തുൽ വസ്ലാണ്. ചേർത്തി വായിക്കുമ്പോൾ അത് ഉച്ചാരണത്തിൽ വരികയില്ല. വഖ്തബർതുഹു എന്നാണ് നമ്മൾ അവിടെ വായിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ വാവിന് ശേഷം നമ്മൾ ഖാ ആണ് ഉച്ചരിക്കാറുള്ളത്. അതിന് ഇടയിലുള്ള ഹംസ അത് ഹംസത്തുൽ വസ്ൽ ആയതുകൊണ്ട് തന്നെ ഉച്ചാരണത്തിൽ ഉണ്ടാവുകയില്ല. എന്നാൽ ഇഖ്തബർതു സ്വദീഖ എന്ന് പറയുമ്പോൾ അവിടെ ആ ജുംലയുടെ തുടക്കത്തിൽ തന്നെയാണ് ആ ഹംസ വന്നിരിക്കുന്നത് എന്നതിനാൽ തന്നെ അത് നമ്മുടെ ഉച്ചാരണത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇഖ്തബർതു സ്വദീഖ എന്നാണ് നമ്മൾ പറയാറുള്ളത് എന്നർത്ഥം. ഓക്കെ, ഇനി മൂന്നാമത്തെ ജുംല
ഏതായിരുന്നാലും ആദ്യത്തെ 2 ജുംലകളിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഇൻതബഹ, ഇഖ്തബറ പോലത്തെ മാളിയായ രൂപങ്ങളാണ്. ഓക്കെ, ഇനി ഇവയുടെ തന്നെ അംറായ രൂപങ്ങളാണ് അടുത്ത 2 ജുംലയിലായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഒന്ന് ശ്രദ്ധിക്കുക, മൂന്നാമത്തെ ജുംല ഇദാ സമിഅത ദർസ ഫൻതബിഹ്, അതിന് നേരെ ഇൻതബിഹ് ലിദ്ദർസി എന്ന് നമുക്ക് കാണാം. ഇവിടെ ഇൻതബഹ എന്നുള്ള ഫിഅലിൻ്റെ, അതായത് ഇഫ്തഅല വസിനിൽ വന്നിരിക്കുന്ന ഫിഅലിൻ്റെ അംറാണ് അവിടെ നൽകിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇൻതബിഹ് എന്നുള്ളിടത്തും നമ്മൾ എന്താണ്, അവിടെയുള്ള ഹംസയും ഹംസത്തുൽ വസ്ലാണ്. അതുകൊണ്ട് തന്നെ ചേർത്തി വായിക്കുമ്പോൾ ആ ഹംസ നമ്മൾ ഉച്ചരിക്കാറില്ല, ഫൻതബിഹ് എന്നാണ് നമ്മൾ പറയാറുള്ളത് എന്നതല്ലാതെ ഫ ഇൻതബിഹ് എന്ന് പറയാറില്ല. ഓക്കെ, അപ്പോൾ ഫൻതബിഹ് എന്ന് പറയുമ്പോൾ ആ ഫഇന് ശേഷം നൂനാണ് നമ്മൾ ഉച്ചരിക്കാറുള്ളത്, ആ ഹംസ നമ്മുടെ ഉച്ചാരണത്തിൽ വരികയില്ല. എന്നാൽ ഇൻതബിഹ് ലിദ്ദർസി എന്ന് പറയുമ്പോൾ ആ ജുംലയുടെ തുടക്കത്തിലാണ് ഹംസത്തുൽ വസ്ൽ വന്നത് എന്നതിനാൽ തന്നെ അത് നമ്മൾ ഉച്ചരിക്കേണ്ടതാണ്. ഇൻതബിഹ് എന്ന് ആ ഹംസ ചേർത്തിക്കൊണ്ട് ആ ഹംസയോട് കൂടെയാണ് നമ്മളത് ഉച്ചരിക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് 4ാമത്തെ ജുംലയും. ഇദാ സാദഖത ഫഖ്തബിർ, ഇഖ്തബിരി സദീഖ എന്നുള്ളിടത്തും അങ്ങനെ തന്നെ. ഫഖ്തബിർ എന്നുള്ളിടത്ത് നമ്മൾ ആ ഒരു ഇഖ്തബറ എന്നുള്ള ഫിഅലിൻ്റെ ഖുമാസിയായ ഫിഅലിൻ്റെ അംറായിട്ടുള്ള രൂപം, ഓക്കെ, അതിൻ്റെ തുടക്കത്തിലുള്ളത് ഹംസത്തുൽ വസ്ലാണെന്ന് നമുക്കറിയാം. അപ്പോൾ ചേർത്ത് വായിക്കുമ്പോൾ ഫഖ്തബിർ എന്ന് മാത്രമേ നമ്മൾ പറയാവൂ, ഫ ഇഖ്തബിർ എന്ന് പറയാൻ പാടില്ല, ആ ഹംസ ഉച്ചാരണത്തിൽ വരാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ, എന്നാൽ ഇഖ്തബിരി സദീഖ എന്ന്, അതായത് ഒരു ജുംലയുടെ തുടക്കത്തിലാണ് ഹംസത്തുൽ വസ്ൽ വരുന്നത് എങ്കിൽ അവിടെ ഹംസ തന്നെയായിട്ട് നമ്മൾ ഉച്ചരിക്കണം. ഇഖ്തബിരി സദീഖ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും ഹുമാസിയായ 2 ഫിഅലുകൾ ഇൻതബഹ, ഇഖ്തബറ എന്നുള്ള 2 ഫിഅലുകളുടെ മാളിയായ രൂപവും അംറായിട്ടുള്ള രൂപവും നമ്മൾ പരിചയപ്പെട്ടു. അവ രണ്ടും ഹംസത്തുൽ വസ്ലായതിൻ്റെ ഉദാഹരണവും നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഇതേ 2 ഫിഅലുകളുടെ തന്നെ മസ്ദറാണ് അടുത്തത് പറയുന്നത്. ഓക്കെ, ഒന്ന് നോക്കാം. 5ാമത്തെ ജുംല സുരിർതു മിൻ ഇൻതിബാഹിക, ഇൻതിബാഹുക സറനി. ഓക്കെ, ഇവിടെ രണ്ടിടത്തും നമുക്ക് ഇൻതബഹ എന്നുള്ള ഫിഅലിൻ്റെ മസ്ദർ കാണാവുന്നതാണ്, ഇൻതിബാഹ് എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. അവിടെയും തുടക്കത്തിലുള്ളത് ഹംസത്തുൽ വസ്ൽ ആയതിനാൽ തന്നെ മിൻ ഇൻതിബാഹിക എന്നാണ്, സുരിർതു മിൻ ഇൻതിബാഹിക എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ അവിടെയുള്ള ഇൻതിബാഹ് എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ഹംസ നമ്മുടെ ഉച്ചാരണത്തിൽ വരികയില്ല. എന്നാൽ ഒരു ജുംലയുടെ തുടക്കത്തിലാണ് ഇൻതിബാഹുക സറനി എന്നുള്ള രൂപത്തിലാണ് വരുന്നത് എങ്കിൽ ആ ഹംസ നമ്മൾ ഉച്ചരിക്കേണ്ടതുമാണ് എന്നർത്ഥം. ഓക്കെ, ഇനി 6ാമത്തെ ജുംലയിലായിട്ട് പറയുന്നത് ഇഖ്തബറ എന്നുള്ള ഫിഅലിൻ്റെ മസ്ദറായ ഇഖ്തിബാറിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ആ ഇഖ്തിബാർ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ വരുന്ന ഹംസയും അതും ഹംസത്തുൽ വസ്ലാണ്, ചേർത്തി വായിക്കുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്ത, എന്നാൽ ഒരു ജുംലയുടെ തുടക്കത്തിൽ വരുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്ന ഹംസയാണ് എന്നർത്ഥം. അതാണ് അടുത്തത് യുറഫു സ്വദീഖു ബിൽ ഇഖ്തിബാരി. ഓക്കെ, അവിടെ നമ്മൾ ഹംസ ഉച്ചരിക്കാറില്ല. എന്നാൽ ഇഖ്തിബാറു സ്വദീഖ് മിനൽ ഹസ്മി എന്ന് പറയുമ്പോൾ ഒരു ജുംലയുടെ തുടക്കത്തിലാകുമ്പോൾ ഇഖ്തിബാറു എന്നുള്ള ആ ഹംസ നമ്മൾ ഉച്ചരിച്ചിരിക്കണം. ഓക്കെ, ഇപ്പോൾ എന്ത് നമ്മൾ പഠിച്ചു? ഹുമാസിയായ ഫിഅലുകൾ, 2 വിധത്തിലുള്ള ഫിഅലുകൾ. ആ 2 ഫിഅലുകളുടെയും മാളിയായ രൂപവും എന്നുള്ളതുപോലെ അംറിൻ്റെ രൂപവും മസ്ദറിൻ്റെ രൂപവും വരുന്ന ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. അവിടെയെല്ലാം വന്നിരിക്കുന്ന ആ ഫിഅലിൻ്റെ തുടക്കത്തിലുള്ള ഹംസ ഹംസത്തുൽ വസ്ൽ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി അടുത്ത കുറച്ച് ഉദാഹരണങ്ങൾ പറയുന്നത് സുദാസിയായ ഫിഅലുകളെ കുറിച്ചാണ്. സുദാസിയായ ഫിഅൽ എന്ന് പറഞ്ഞാൽ 6 ഹർഫുകളുള്ള ഇസ്തഫ്അല എന്നുള്ള വസനിൽ വരുന്ന, അല്ലെങ്കിൽ ഇഫ്അല, ഇഫ്അല, ഇഫ്അലല്ല എന്ന് പോലത്തെ വസനുകളിൽ വരുന്ന 6 ഹർഫുകളുള്ള ഫിഅലുകളെ കുറിച്ചാണ് നമ്മൾ സുദാസി എന്ന് പറയുന്നത്. അതിൻ്റെ തുടക്കത്തിലുള്ള ഹംസയും ഹംസത്തുൽ വസ്ലാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഇസ്തംസക പിന്നെ ഇസ്തബഷറ എന്നുള്ള 2 ഫിഅലുകളെ കുറിച്ചാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത്. അവയുടെ മാളിയുടെ രൂപവും അംറിൻ്റെ രൂപവും മസ്ദറിൻ്റെ രൂപത്തിലും ഒക്കെ വരുന്ന ഹംസ അത് ഹംസത്തുൽ വസ്ലാണ് എന്നർത്ഥം. ഓക്കെ, 7ാമത്തെ ജുംല നോക്കാം. മനിസ്തംസക ബിൽ ഹഖ് ഫാസ. ഓക്കെ, ഇസ്തംസക്തു ബിൽ ഹഖ്, അവിടെ മനിസ്തംസക എന്നുള്ളിടത്ത് ഒരു ജുംലയുടെ ഇടയിലായതിനാൽ തന്നെ അവിടെ ഇസ്തംസക എന്നുള്ളിടത്ത് ഹംസ നമ്മൾ ഉച്ചരിക്കാറില്ല, മനിസ്തംസക എന്നാണ് നമ്മൾ പറയാറുള്ളത്, അല്ലാതെ മൻ ഇസ്തംസക എന്ന് പറയാറില്ല. ഓക്കെ, എന്നാൽ 7ാമത്തെ അപ്പുറത്തുള്ളതിൽ ഇസ്തംസക്തു ബിൽ ഹഖ് എന്നുള്ളിടത്ത് അവിടെ ആ ജുംല തുടങ്ങുന്നത് തന്നെ ഹംസത്തുൽ വസ്ൽ കൊണ്ടായതിനാൽ അത് നമ്മൾ ഉച്ചരിച്ചിരിക്കണം, ആ ഹംസ അതുപോലെ ഉച്ചരിച്ചിരിക്കണം. അതുപോലെ തന്നെ 8ാമത്തെ ജുംലയിൽ നമുക്ക് കാണാം അലിംതു മിനജാഹി ഫസ്തബ്ശർതു എന്നുള്ളിടത്ത് അവിടെ ആ ഹംസ നമ്മൾ ഉച്ചരിക്കാറില്ല. എന്നാൽ ഇസ്തബ്ശർതു ബിനജാഹി എന്നുള്ളിടത്ത് ആ ജുംല തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഹംസ നമ്മൾ ഉച്ചരിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇസ്തബ്ശറ
ഇസ്തംസക എന്നുള്ള രണ്ട് ഫേലുകളുടെ മാളിയായ രൂപങ്ങളെക്കുറിച്ചുള്ള ഉദാഹരണം നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ഇവ രണ്ടിൻ്റെയും അംറായിട്ടുള്ള രൂപമാണ്. ഖുലിൽ ഹഖ വസ്തംസിക് ബിഹി ഇസ്തംസിക് ബിൽ ഹഖ് എന്നുള്ളയിടത്ത് ഇസ്തംസക എന്നുള്ള ഫേലിൻ്റെ അംറ നമുക്ക് കാണാം. അതിൻ്റെ തുടക്കത്തിലുള്ള ഹംസയും ഹംസത്തുൽ വസ്ലായതുകൊണ്ട് തന്നെ വസ്തംസിക് എന്നുള്ളയിടത്ത് ആ ഹംസ നമുക്ക് കാണാൻ ഉച്ചാരണത്തിൽ വരികയില്ല. എന്നാൽ ഇസ്തംസിക് ബിൽ ഹഖ് എന്നുള്ളയിടത്ത് നമുക്കിത് കാണാവുന്നതുമാണ്. ഓക്കെ, ഉച്ചാരണത്തിൽ വരുന്നതുമാണ് എന്നർത്ഥം. ഇനി 10ാമത്തെ ജുംല ലാ തൈഅസ് വസ്തബ്ശിർ, അതിന് നേരെ ഇസ്തബ്ശിർ വലാ തൈഅസ് എന്നും കാണാവുന്നതാണ്. ഇവിടെ വസ്തബ്ശിർ എന്നുള്ളയിടത്ത് അവിടെ ആ ഹംസ ഉച്ചാരണത്തിൽ വരികയില്ല. എന്നാൽ ഇസ്തബ്ശിർ എന്നുള്ളത് കൊണ്ട് തുടങ്ങുന്ന ജുംലയായതിനാൽ തന്നെ മറ്റേ ജുംലയിൽ ആ ഹംസ ഉച്ചാരണത്തിൽ വരുന്നതുമാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ഈ രണ്ട് ഫേലുകളുടെ തന്നെ ഇസ്തംസക ഇസ്തബഷറ എന്നീ രണ്ട് ഫേലുകളുടെ മസ്ദറായിട്ടുള്ള രൂപങ്ങളാണ്. അതാണ് അടുത്തത്. ലാ ഷൈഅ കസ്തിംസാക്കിൽ മർഇ ബിൽ ഹഖ്. ഓക്കെ, അതിന് നേരെ ഇസ്തിംസാക്കുക ബിൽ ഹഖ് ഫളീലത്തുൻ എന്നും കാണാവുന്നതാണ്. അപ്പോൾ കസ്തിംസാക്കി എന്നുള്ളയിടത്ത് അവിടെ നമുക്ക് ആ ഹംസയെ കാണാൻ സാധ്യമല്ല, ഉച്ചാരണത്തിൽ ആ ഹംസ ഉണ്ടാവുകയില്ല. എന്നാൽ ഇസ്തിംസാക്കുക ബിൽ ഹഖ് എന്നുള്ള ആ ജുംല തുടങ്ങുമ്പോൾ തന്നെ ഹംസത്തുൽ വസ്ൽ വരികയാണെങ്കിൽ അത് നമ്മൾ ഉച്ചാരണത്തിൽ കൊണ്ടുവരേണ്ടതുമാണ് എന്നർത്ഥം. ഓക്കെ, 12ാമത്തെ ജുംല ഇസ്തിബിഷാറ എന്നുള്ള ഫേലിൻ്റെ മസ്ദറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അഅ്ജബനി ഇസ്തിബിഷാറുക അഅ്ജബനി എന്നുള്ളയിടത്ത് നമുക്ക് ആ വ്യത്യാസം കാണാം. അഅ്ജബനി ഇസ്തിബിഷാറുക എന്നുള്ളയിടത്ത് അവിടെ ഹംസ നമ്മുടെ ഉച്ചാരണത്തിൽ വരികയില്ല. എന്നാൽ ഇസ്തിബിഷാറുക അഅ്ജബനി എന്നുള്ളയിടത്ത് ആ ഹംസ നമ്മുടെ ഉച്ചാരണത്തിൽ വരുന്നതുമാണ്. ഓക്കെ, ഏതായിരുന്നാലും ഇതുവരെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു? ഖുമാസിയും സുദാസിയുമായിട്ടുള്ള ഫേലുകളുടെ തുടക്കത്തിൽ വരുന്ന ഹംസ ഹംസത്തുൽ വസ്ലായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു കാര്യവും കൂടെ പറഞ്ഞിരുന്നു. സാധാരണ സുലാസിയായ ഫേലുകളുടെ അംറിൻ്റെ തുടക്കത്തിൽ വരുന്ന ഹംസയും, അതായത് ലറബ എന്നുള്ളതിൻ്റെ അംറ എന്താണ്? ഇദ്രിബ് എന്നാണ്. നസറ എന്നുള്ളതിൻ്റേത് ഉൻസുർ എന്നാണ്, അല്ലേ? അപ്പോൾ ഇപ്രകാരമുള്ള അംറുകളുടെ തുടക്കത്തിൽ വരുന്ന ഹംസ അതും ഹംസത്തുൽ വസ്ലാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഹംസത്തുൽ വസ്ൽ ആണ് എന്ന് പറഞ്ഞാൽ ഒരു ജുംലയുടെ ഇടയിലാണ് വരുന്നത് എങ്കിൽ അതിനെ ചേർത്ത് വായിക്കുന്ന അവസരത്തിൽ ആ ഹംസയെ നമ്മുടെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ പാടില്ല. എന്നാൽ ആ ഹംസ കൊണ്ട് തുടങ്ങുന്ന ഒരു ജുംലയാണെങ്കിൽ, ഒരു ജുംല തുടങ്ങുന്നത് തന്നെ ഹംസത്തുൽ വസ്ൽ കൊണ്ടാണ് എങ്കിൽ അത് നമ്മൾ ഉച്ചാരണത്തിൽ പറയേണ്ടതുമാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അത്തരത്തിലുള്ള ഉദാഹരണങ്ങളാണ് വരുന്നത്, ഒന്ന് ശ്രദ്ധിക്കുക. ഇദാ അലിംത ഫഅമൽ ബിഇൽമിക ഇഅമൽ ബിഇൽമിക എന്നുള്ള രണ്ട് ഉദാഹരണങ്ങൾ ഒന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും, അല്ലേ? അതായത് ഫഅമൽ എന്നുള്ളിടത്ത് നമ്മൾ ആ ഹംസയെ ഉച്ചരിക്കാൻ പാടില്ല, ഫഇഅമൽ എന്ന് പറയാൻ പാടില്ല, മറിച്ച് ഫഅമൽ എന്ന് മാത്രമേ പറയാവൂ. എന്നാൽ ഇഅമൽ ബിഇൽമിക എന്നുള്ളിടത്ത് ആ ജുംല തുടങ്ങുന്നത് തന്നെ എന്തുകൊണ്ടായതിനാൽ? ഹംസത്തുൽ വസ്ൽ കൊണ്ടായതിനാൽ അത് നമ്മൾ ഉച്ചാരണത്തിൽ കൊണ്ടുവരേണ്ടതുമാണ്. ഓക്കെ, ഇനി 14ാമത്തെ ജുംലയും അതുപോലെ തന്നെയാണ്. തഖബ്ബലിൽ മഅറൂഫ വഷ്കുർ എന്നുള്ളിടത്ത് നമ്മൾ ആ ഹംസയെ ഉച്ചരിക്കാൻ പാടില്ല. എന്നാൽ ഉഷ്കുർ മൻ സനഅൽ മഅറൂഫ എന്നുള്ളിടത്ത് ഒരു ജുംല തുടങ്ങുന്നത് തന്നെ ഹംസത്തുൽ വസ്ൽ കൊണ്ടായിരിക്കുമ്പോൾ ആ ഹംസ നമ്മുടെ ഉച്ചാരണത്തിൽ കൊണ്ടുവരേണ്ടതുമാണ്. ഓക്കെ, ഇനി അടുത്ത ജുംലയും അതുപോലെ തന്നെയാണ്. തനാസ ശർറ വദ്കുരിൽ ഖൈറ എന്നുള്ളിടത്ത് വദ്കുർ എന്നുള്ളിടത്ത് ആ ഹംസ നമുക്ക് കാണാൻ അത് ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ പാടില്ല. കാരണം ദക്കറ എന്നുള്ള ഫേലിൻ്റെ അംറിൻ്റെ തുടക്കത്തിൽ വന്നിരിക്കുന്ന ഹംസയാണത്. എന്നാൽ ഉദ്കുരിൽ ഖൈറ എന്നുള്ളിടത്ത് ആ ഹംസയെ നമ്മൾ ഉച്ചരിക്കേണ്ടതുമാണ്. കാരണം ആ ഹംസ കൊണ്ടാണ് ആ ജുംല തുടങ്ങുന്നത് എന്നർത്ഥം. ഇനി ഇതേ കാര്യങ്ങൾ തന്നെയാണ് താഴെ ഖാഇദയിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. 130ാമത്തെ ഖാഇദയാണ് ഈ പാഠത്തിൽ നമുക്ക് ഓതാനുള്ളത്. ഒന്ന് നോക്കാം. അൽ ഖവാഇദു 130. ഹംസത്തുൽ വസ്ലി ഹംസത്തുൻ തുസാദു ഫി അവലിൽ കലിമത്തി ലിയുതവസ്സല ബിഹാ ഇലൻ നുത്ഖി ബിസ്സാകിനി. ഓക്കെ, ആദ്യമായിട്ട് ഹംസത്തുൽ വസ്ലി എന്നാൽ എന്താണ് എന്നാണ് പഠിക്കാനുള്ളത്. ഹംസത്തുൽ വസ്ലി എന്നാൽ ഹംസത്തുൻ അതൊരു ഹംസയാണ്. തുസാദു ഫി അവലിൽ കലിമത്തി ഒരു പദത്തിൻ്റെ തുടക്കത്തിൽ അധികരിക്കപ്പെടുന്ന ഹംസയാണ് എന്നർത്ഥം. ഓക്കെ, അതായത് നമ്മൾ ഇതുവരെ പഠിച്ച ഹംസത്തുൽ വസ്ലെല്ലാം ഉണ്ടായിരുന്നത് ഒരു പദത്തിൻ്റെ തുടക്കത്തിലായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ തുടക്കത്തിലുണ്ടാകുന്ന ഹംസയെയാണ് നമ്മൾ ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ആ പദത്തിൻ്റെ തുടക്കത്തിൽ അത് അധികരിക്കപ്പെടുന്നത്? ലിയുതവസ്സല ബിഹാ ആ ഹംസ കൊണ്ട് സൗകര്യപൂർവ്വം എത്തപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇലൻ നുത്ഖി ബിസ്സാകിനി സുക്കൂനായ ഹർഫ് കൊണ്ട് ഉച്ചരിക്കുന്നതിലേക്ക്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇഫ്തഅല, ഇൻഫഅല, ഇസ്തഫഅല എന്നുള്ള വസിനിലൊക്കെ ആ ഹംസയങ്ങ് ഒഴിവാക്കിയാൽ ഉള്ള ഹർഫുകൾ
സാക്കിനായിട്ടുള്ള ഹർഫുകളായിരിക്കും അല്ലേ. ഇഫ്തഅല എന്നുള്ളിടത്ത് ഫാ സാക്കിനാണ്, ഇൻഫഅല എന്നുള്ളിടത്ത് നൂന് സാക്കിനാണ്, ഇസ്തഫ്അല എന്നുള്ളിടത്ത് സീന് സാക്കിനാണ് അല്ലേ. അപ്പോൾ സുക്കൂനുള്ള ഒരു ഹർഫ് കൊണ്ട് ഒരു പദം തുടങ്ങുക എന്നുള്ളത് അറബികൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് സൗകര്യപൂർവ്വം ആ പദം ഉച്ചരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് മുമ്പ് ഒരു ഹംസത്തുൽ വസ്ൽ കൊടുത്തിട്ട് അതിന് ശേഷം ഈ സാക്കിനായിട്ടുള്ള ഹർഫ് ഉച്ചരിക്കുന്നത് എന്നർത്ഥം. അതാണ് പറഞ്ഞത് ലിയുതവസ്സല ബിഹാ ഇലൻ നുത്ഖി ബിസ്സാക്കിനി. അങ്ങനെ ആ ഹംസ കൊണ്ട് സുക്കൂനായ ഹർഫ് ഉച്ചരിക്കുക എന്നുള്ളതിലേക്ക് സൗകര്യപൂർവ്വം എത്താൻ വേണ്ടിയിട്ടാണ് ആ ഹംസ അവിടെ അധികരിക്കപ്പെടുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ നിയമം നമുക്കറിയാവുന്നതാണ്. ഒരു ജുംലയുടെ തുടക്കത്തിലാണ് ഹംസത്തുൽ വസ്ൽ വരുന്നത് എങ്കിൽ അത് നമ്മുടെ ഉച്ചാരണത്തിൽ വരുന്നതാണ്, അത് സ്ഥിരപ്പെടുന്നതാണ്. എന്നാൽ ഒരു ജുംലയുടെ ഇടയിലായിട്ടാണ് അതുള്ളത് എങ്കിൽ നമ്മൾ ആ ഒരു ജുംല ചേർത്തി വായിക്കുമ്പോൾ ആ ഹംസ കാണാവതുമല്ല എന്നർത്ഥം. അതാണ് അടുത്തത്. വഹിയ, ആ ഹംസ എന്നുള്ളത് തസ്ബുത്തു ഫി ബദിഇൽ കലാമി, ഒരു കലാമിൻ്റെ തുടക്കത്തിൽ അത് സ്ഥിരപ്പെടുന്നതാണ്, അതായത് ഉച്ചാരണത്തിൽ വരുന്നതാണ്. വ തസ്ഖുതു, അത് വീണു പോകുന്നതുമാണ്. ഫി ദർജിഹി, ഓക്കെ, ഒരു സംസാരത്തിൻ്റെ ഇടയിൽ എന്നർത്ഥം. അപ്പോൾ ഒരു ജുംലയുടെ ഇടയിലായിട്ടാണ് ഹംസ വന്നിരിക്കുന്നത് എങ്കിൽ അത് നമ്മൾ ചേർത്തി വായിക്കുമ്പോൾ ആ ഹംസ ഉച്ചാരണത്തിൽ വരുന്നതല്ല. എന്നാൽ ഒരു ജുംലയുടെ തുടക്കത്തിലാണ് വന്നത് എങ്കിൽ ആ ഹംസ അവിടെ സ്ഥിരപ്പെടുന്നതുമാണ്, ഉച്ചാരണത്തിൽ ഉണ്ടാകുന്നതുമാണ്. ഓക്കെ, ഇനി എവിടെയൊക്കെയാണ് ഹംസത്തുൽ വസ്ൽ വരുന്നത് എന്നും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണത്? ഹുമാസിയും സുദാസിയുമായിട്ടുള്ള ഫിഅലുകളുടെ മാളിയുടെ രൂപത്തിലും അംറിൻ്റെ രൂപത്തിലും മസ്ദറിൻ്റെ രൂപത്തിലും എന്നുള്ളതുപോലെ സുലാസിയായ ഫിഅലുകളുടെ അംറിൻ്റെ രൂപത്തിലും നമുക്ക് ഹംസത്തുൽ വസ്ൽ കാണാവുന്നതാണ് എന്ന് നമ്മൾ പഠിച്ചു. അതാണ് അടുത്തത്. വതകൂനു, ഈ ഹംസത്തുൽ വസ്ൽ ഉണ്ടാകുന്നതാണ് ഫിൽ മാളിൽ ഹുമാസിയി വസുദാസിയി, ഹുമാസിയും സുദാസിയുമായിട്ടുള്ള ഫിഅലുകളുടെ മാളിയായ രൂപത്തിൽ ഹംസത്തുൽ വസ്ൽ ഉണ്ടാകുന്നതാണ്. വ അംരിഹിമ, ഇവ രണ്ടിൻ്റെയും അംറിൻ്റെ രൂപത്തിലും ഉണ്ടാകും. വ മസ്ദരിഹിമ, ഇവ രണ്ടിൻ്റെയും മസ്ദറിൻ്റെ രൂപത്തിലും ഉണ്ടാകും. വ അംരി സുലാസിയി, സുലാസിയായ ഫിഅലുകളുടെ അംറിൻ്റെ രൂപത്തിലും ഉണ്ടാകും. ഓക്കെ, നമ്മൾ പാഠഭാഗത്ത് പഠിച്ച എല്ലാ ഉദാഹരണങ്ങളും ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് ഈ കാര്യം ഒന്നുകൂടി വ്യക്തമായിട്ട് ഉദാഹരണങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്നർത്ഥം. ഓക്കെ, ഏതായിരുന്നാലും നമ്മളിവിടെ ഫിഅലിൽ വരുന്ന ഹംസത്തുൽ വസ്ലിനെ കുറിച്ച് മാത്രമാണ് പഠിച്ചത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തുകൂടെ പഠിക്കുവാനുണ്ട്? ഇസ്മുകളിൽ വരുന്ന ഹംസത്തുൽ വസ്ലിനെ കുറിച്ച് കൂടി നമുക്ക് പഠിക്കുവാനുണ്ട്. അതിനെക്കുറിച്ച് ചെറിയ ഒരു വിവരണം നമുക്ക് അൽ ബഹ്സ് എന്നുള്ളതിൽ കാണാവുന്നതുമാണ്. ഓക്കെ, ഇനി അടുത്തത് ഹംസത്തുൽ ഖത്ഇനെ കുറിച്ചാണ് പറയുന്നത്. ഹംസത്തുൽ ഖത്ഇ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ എപ്പോഴും, അതായത് ഒരു ജുംലയുടെ തുടക്കത്തിലായാലും നടുവിലായാലും ഒക്കെ നമ്മുടെ ഉച്ചാരണത്തിൽ വരുന്ന ഹംസയെക്കുറിച്ചാണ് ഹംസത്തുൽ ഖത്ഇ എന്ന് പറയുന്നത്. ആ ഹംസയെക്കുറിച്ചാണ് അടുത്ത ഖാഇദയിൽ പറയുന്നത്. ഒന്ന് നോക്കാം, 131. ഹംസത്തുൽ ഖത്ഇ തസ്ബുതു ഫി ബദിഇൽ കലാമി വ ദർജിഹി. ഓക്കെ, ഹംസത്തുൽ ഖത്ഇ എന്നുള്ളത് തസ്ബുതു, അത് സ്ഥിരപ്പെടുന്നതാണ്, ഉച്ചാരണത്തിൽ വരുന്നതാണ്. ഫി ബദിഇൽ കലാമി, ഒരു കലാമിൻ്റെ, ഒരു സംസാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജുംലയുടെ തുടക്കത്തിലും വ ദർജിഹി, അതിൻ്റെ ഇടയിലും. അപ്പോൾ ഒരു ജുംലയുടെ തുടക്കത്തിൽ ഹംസത്തുൽ ഖത്ഇ വന്നാലും അതിൻ്റെ ഇടയിൽ വന്നാലും ഒക്കെ ഹംസത്തുൽ ഖത്ഇ നമ്മൾ അതുപോലെ തന്നെ ഉച്ചരിക്കേണ്ടത്. ഏതുപോലെ? കഹംസത്തിൽ മാലി റുബാഇ, റുബാഇയായ മാലിയായ ഫിഅലിൽ വരുന്ന ഹംസ പോലെ. ഉദാഹരണത്തിന് അഫ്അല എന്നുള്ള വസനിലുള്ള മാലിയായ റുബാഇയായ, അതായത് 4 ഹർഫുകളുള്ള ഒരു ഫിഅലുണ്ടല്ലോ. ഓക്കെ, അതായത് അഖ്റജ, അദ്ഖല എന്നൊക്കെ പോലത്തെ ആ ഫിഅലുകളിലെ തുടക്കത്തിലുള്ള ഹംസ എന്താണ്? അത് ഹംസത്തുൽ ഖത്ഇ ആണ്. ഇനി വ അംരിഹി, റുബാഇയായ ഫിഅലുകളുടെ അംറിൽ വരുന്ന ഹംസയെപ്പോലെയും, വ മസ്ദരിഹി, റുബാഇയായ ഫിഅലിൻ്റെ മസ്ദറിൽ വരുന്ന ഹംസയെപ്പോലെയും. റുബാഇയായ അഫ്അല എന്നുള്ള വസിനിലുള്ള ഫിഅലുകളുടെ അംർ എങ്ങനെയായിരിക്കും വരുന്നത്? അഫ്ഇൽ എന്നുള്ള രൂപത്തിലായിരിക്കും അല്ലേ. അതിൻ്റെ മസ്ദർ വരുന്നത് ഇഫ്ആൽ എന്നുള്ള രൂപത്തിലായിരിക്കും. അപ്പോൾ അഫ്ഇൽ എന്നുള്ള ആ പദത്തിൻ്റെ തുടക്കത്തിലും ഇഫ്ആൽ എന്നുള്ള പദത്തിൻ്റെ തുടക്കത്തിലും നമുക്ക് എന്ത് കാണാവുന്നതാണ്? ഹംസ കാണാവുന്നതാണ്. ഇത് ഹംസത്തുൽ ഖത്ഇ ആണ് എന്നർത്ഥം. ഓക്കെ, പിന്നെ ഏതുപോലെയും വ ഹംസാത്തുൽ അസ്മാഇ വൽ ഹുറൂഫി. ഓക്കെ,
സാധാരണ ഇസ്മുകളിലും ഹർഫുകളിലും വരുന്ന ഹംസകളെപ്പോലെയും. അപ്പോൾ സാധാരണ ഇസ്മുകളിലും ഹർഫുകളിലുമൊക്കെ വരുന്ന ഹംസകളും ഹംസത്തുൽ ഖത്അ ആണ്. മാ അദാ ബഅദൽ അസ്മാഇ, ഏതാനും ചില ഇസ്മുകൾക്ക് ഒഴികെ. അപ്പോൾ ഏതാനും ചില ഇസ്മുകൾ നമുക്ക് എണ്ണി പഠിക്കുവാനുള്ളതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ഇസ്മുകളുടെ തുടക്കത്തിൽ വരുന്ന ഹംസ അത് ഹംസത്തുൽ വസ്ലായിരിക്കും എന്നുള്ളതുപോലെ അൽ എന്നുള്ളതിൻ്റെ അൽ എന്നുള്ളത് നമുക്കറിയാമല്ലോ, അലിഫ്ലാം നമുക്കറിയാമല്ലോ, അവിടെയുള്ള ഹംസയും ഹംസത്തുൽ വസ്ലാണ്. അതല്ലാത്ത ഹർഫുകളുടെയും പിന്നെ നമ്മൾ എണ്ണിപ്പടിക്കാൻ പോകുന്ന ഏതാനും ചില ഇസ്മുകളുടെ തുടക്കത്തിൽ വരുന്ന ഹംസയും അല്ലാത്ത എല്ലാ ഇസ്മുകളിലും എന്നുള്ളതുപോലെ ഹർഫുകളിലും വരുന്ന എല്ലാ ഹംസകളും ഹംസത്തുൽ ഖത്അ തന്നെയായിരിക്കും എന്നുകൂടി മനസ്സിലാക്കി വെക്കുക.